Hi everyone. Research methodology എന്ന് പറയുന്ന നമ്മുടെ സബ്ജക്റ്റിന്റെ മൂന്നാമത്തെ ചാപ്റ്റർ ആണ് സർവേ എന്ന് പറയുന്നത്. നമ്മുടെ പ്രീവിയസ് ക്ലാസ്സിൽ നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ടോപ്പിക് സാമ്പിളിംഗ് തിയറീസ് ആണ്. എന്തായിരുന്നു സാമ്പിളിംഗ് തിയറീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പോപ്പുലേഷൻ അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സ്, ആ ഒരു പോപ്പുലേഷനും അതുപോലെ തന്നെ അതിൽ നിന്ന് നമ്മൾ ഡ്രോൺ ചെയ്യുന്ന സാമ്പിൾസും അത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യുന്നതിനെയാണ് നമ്മൾ സാമ്പിളിംഗ് തിയറി എന്ന് പറയുന്നത്. ദെൻ പിന്നീട് നമ്മൾ സാമ്പിളിംഗ് മെത്തേഡ്സിനെ കുറിച്ച് പറഞ്ഞു. സാമ്പിളിംഗ് മെത്തേഡിൽ ടു ടൈപ്സ് ഓഫ് സാമ്പിളിംഗ് മെത്തേഡ്സ് എന്ന് പറയുന്നത് പ്രൈമറി അല്ലെങ്കിൽ ബ്രോഡ്ലി നമ്മൾ ജനറലി ക്ലാസിഫൈ ചെയ്യുന്നത് പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആൻഡ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആണ്. അതിൽ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റാൻഡം സാമ്പിളിംഗ് ആണ്. ഒരു പോപ്പുലേഷൻ അല്ലെങ്കിൽ യൂണിവേഴ്സിലെ എല്ലാ മെമ്പേഴ്സിനും എല്ലാ ഐറ്റംസിനും ഈക്വൽ ചാൻസസ് ഉണ്ട്, സെലക്ട് ചെയ്യപ്പെടാനുള്ള സാധ്യത തുല്യമാണ്. എന്നാൽ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗിൽ അത്തരത്തിലൊരു ഈക്വൽ ചാൻസസ് ഓഫ് ബീങ് സെലക്റ്റഡ് ഇല്ല. അതാണ് പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആൻഡ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. ദെൻ പിന്നെ നമ്മൾ പറഞ്ഞു പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്താന്ന് പറഞ്ഞു. പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്താണ്? ഒരു പോപ്പുലേഷൻ അല്ലെങ്കിൽ യൂണിവേഴ്സിലെ എല്ലാ ഐറ്റംസിനും സെലക്ട് ചെയ്യപ്പെടാനുള്ള ചാൻസസ് ഉണ്ട്, ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇതിനെ നമ്മൾ ചാൻസ് സാമ്പിളിംഗ് എന്ന് പറയും, റാൻഡം സാമ്പിളിംഗ് എന്ന് പറയും. ദെൻ അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണെന്ന് ഡിസ്കസ് ചെയ്തു, ഡിസ്അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്തു. ദെൻ റാൻഡം സാമ്പിളിങ്ങിനെ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് എന്നും അൺറെസ്ട്രിക്റ്റഡ് റാൻഡം സാമ്പിളിംഗ് എന്നും പറയുന്നുണ്ട്. രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്, സിമ്പിൾ റാൻഡം സാമ്പിളിങ്ങും റെസ്ട്രിക്റ്റഡ് റാൻഡം സാമ്പിളിങ്ങും. അതിലെ സിമ്പിൾ റാൻഡം സാമ്പിളിങ്ങിന് തന്നെയാണ് അൺറെസ്ട്രിക്റ്റഡ് റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ദെൻ അതിനുണ്ട് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് എന്താ, റെസ്ട്രിക്റ്റഡ് റാൻഡം സാമ്പിളിംഗ് എന്താ, അത് രണ്ടും നമ്മൾ സ്റ്റഡി ചെയ്തു. നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ റെസ്ട്രിക്റ്റഡ് റാൻഡം സാമ്പിളിംഗ് അത് എന്താണെന്ന് നമ്മൾ ജസ്റ്റ് മെൻഷൻ ചെയ്തതാണ് നമ്മുടെ പ്രീവിയസ് ക്ലാസ്സിൽ. സോ റെസ്ട്രിക്റ്റഡ് റാൻഡം സാമ്പിളിങ്ങും അതുപോലെ തന്നെ അതിൻ്റെ ഫർദർ മെത്തേഡ്സും ആണ് ഡീറ്റെയിൽ ആയി പറയാൻ പോണത്. റെസ്ട്രിക്റ്റഡ് റാൻഡം സാമ്പിളിംഗ് അത് എഫിഷ്യൻ്റ് ആയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യണം, അതിൽ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത് നമ്മുടെ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് മെത്തേഡിൻ്റെ ലിമിറ്റേഷൻസ് കൊണ്ടാണ്. അത് ടൈം കൺസ്യൂമിംഗ് ആണ്, അല്ലെങ്കിൽ കൂടുതൽ എഫേർട്ട് ആവശ്യമാണ്, കൂടുതൽ മണി ആവശ്യമാണ്. അത്തരത്തിലുള്ള സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് മെത്തേഡിൻ്റെ അല്ലെങ്കിൽ അൺറെസ്ട്രിക്റ്റഡ് സാമ്പിളിംഗ് മെത്തേഡിൻ്റെ ലിമിറ്റേഷൻസ് ആണ് റെസ്ട്രിക്റ്റഡ് റാൻഡം സാമ്പിളിങ്ങിൻ്റെ എഫിഷ്യൻസി ഉയർത്തി കാണിക്കുന്നത്. ദെൻ ഈ ഒരു റെസ്ട്രിക്റ്റഡ് റാൻഡം സാമ്പിളിങ്ങിൽ ഡിഫറെൻറ്റ് ടൈപ്സ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്, ദെൻ ക്ലസ്റ്റർ സാമ്പിളിംഗ്, മൾട്ടി സ്റ്റേജസ് ക്ലസ്റ്റർ സാമ്പിളിംഗ്, സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ്, റാൻഡം റൂട്ട് സാമ്പിളിംഗ്. ഇനി ഇതിൽ ഓരോ മെത്തേഡും എന്താ അല്ലെങ്കിൽ അതിൻ്റെ മെറിറ്റ്സ് എന്താ ഡിമെറിറ്റ്സ് എന്താ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോണത്. ദ ഫസ്റ്റ് വൺ സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ്. നമ്മൾ കേട്ടിട്ടുണ്ട് സ്ട്രാറ്റാസ്. എന്തായിരുന്നു സ്ട്രാറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പോപ്പുലേഷൻ അല്ലെങ്കിൽ യൂണിവേഴ്സിനെ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ആക്കി അല്ലെങ്കിൽ സ്മോളർ സബ് ഗ്രൂപ്പ്സ് ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഡിവൈഡ് ചെയ്യാണ്, ഓരോ ഡിവിഷൻ ആക്കി തിരിക്കുകയാണ്. ആ ഓരോ ഡിവിഷനെയും അല്ലെങ്കിൽ ഓരോ സ്മോളർ ഗ്രൂപ്പ്സിനെയാണ് നമ്മൾ സ്ട്രാറ്റ എന്ന് പറയുന്നത്. ആൻഡ് ഇൻ സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ് ഓർ സ്ട്രാറ്റിഫിക്കേഷൻ, the strata are formed based on members' shared attributes or characteristics such as income or educational attainment, etc. 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 That means നമ്മുടെ സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിങ്ങിൽ നമ്മൾ പറഞ്ഞു പോപ്പുലേഷൻ അല്ലെങ്കിൽ നമ്മുടെ യൂണിവേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫറെൻ്റ് ആക്കിയിട്ട് ഓരോ സ്മോളർ സബ് ഗ്രൂപ്പ്സുകളാക്കിയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ സബ് ഗ്രൂപ്പുകളായി ഡിവൈഡ് ചെയ്യുമ്പോൾ അതിൽ ഓരോ ഗ്രൂപ്പുകളെയാണ് നമ്മൾ ഈ സ്ട്രാറ്റാസ് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഓരോ സ്ട്രാറ്റ എങ്ങനെ ഫോം ചെയ്യണത്, അതിന് ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഒരു ഫീച്ചർ ഉണ്ടായിരിക്കും. അതായത് ഇൻകത്തിൻ്റെ ബേസിസിൽ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ്റെ ബേസിസിൽ, സോഷ്യൽ സ്റ്റാറ്റസിൻ്റെ ബേസിസിൽ, സെക്സിൻ്റെ ബേസിസിൽ, മെയിലാണോ ഫീമെയിലാണോ, അല്ലെങ്കിൽ ഏജ് ഗ്രൂപ്പ് ബിലോ 20 ആണോ എബവ് 20 ആണോ. അപ്പോൾ ഇത്തരത്തിൽ ഓരോ ആട്രിബ്യൂട്ട്സ് അല്ലെങ്കിൽ ഓരോ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ബേസിസിലാണ് ആ യൂണിവേഴ്സിലെ അല്ലെങ്കിൽ ആ ഒരു പോപ്പുലേഷനിലെ എൻറ്റയർ മെമ്പേഴ്സിനെ നമ്മൾ ഇത്തരത്തിൽ ഓരോ സബ് ഡിവിഷൻസ് അല്ലെങ്കിൽ സ്ട്രാറ്റാസ് ആയി ഫോം ചെയ്യണത്. ദെൻ ഇത്തരത്തിൽ സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ് മെത്തേഡിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം.
ഫസ്റ്റ് മെറിറ്റ് എന്ന് പറയുന്നത് ഇത് കുറച്ചുകൂടി റെപ്രസെൻറ്റേറ്റീവ് ആണ്. കാരണം നമ്മൾ പറഞ്ഞു ഓരോ ക്യാരക്ടറിസ്റ്റിക്സിനെ ബേസ് ചെയ്താണ് നമ്മൾ എന്ത് ചെയ്യണത്, അതിനെ ഗ്രൂപ്പ് ചെയ്യണത്, സബ് ഗ്രൂപ്പ് ചെയ്യണത്. ദെൻ അക്യുറസി എൻഷുർ ചെയ്യുന്നുണ്ട്. ദെൻ ഇറ്റ്സ് കോൺസെൻട്രേറ്റ് മോർ ഓൺ ജോഗ്രഫിക്കലി, അതായത് ജോഗ്രഫിക്കലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ സ്ട്രാറ്റാസ് എന്നും അല്ലെങ്കിൽ ഓരോ സബ് ഡിവിഷൻസ് എന്നും സാമ്പിൾസ് ക്യാരി ഔട്ട് ചെയ്യുക എന്നുള്ളത് നമുക്ക് വളരെ ഈസിയാണ്. Then demerits. Classify to strata is difficult. ഒരു എൻറ്റയർ പോപ്പുലേഷനെ അല്ലെങ്കിൽ നമ്മുടെ എൻറ്റയർ സാമ്പിളിംഗ് ഫ്രെയിമിനെ ഇത്തരത്തിലുള്ള സബ് ഡിവിഷൻസ് ആയി ക്ലാസിഫൈ ചെയ്യണത് ഡിഫിക്കൾട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിന് എക്സ്പേർട്സിന്റെ സർവീസസ് ആവശ്യമാണ്. അതുപോലെ തന്നെ എക്സ്പെൻസീവ് ആണ്. ഇതാണ് നമ്മുടെ സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിങ്ങിന്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും. Then the next one cluster sampling. Cluster sampling പറയുകയാണെങ്കിൽ cluster sampling is a probability sampling technique in which all population elements are categorized into mutually exclusive and exhaustive groups called clusters or large unit. നമ്മുടെ ക്ലസ്റ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു സ്ട്രാറ്റാസ്, അതായത് സ്മോളർ ആയിട്ടുള്ള സബ് ഗ്രൂപ്പ്സിനെയാണ് സ്ട്രാറ്റ എന്ന് പറയുന്നത്. ഇത്തരത്തിൽ നമ്മൾ ഡിവൈഡ് ചെയ്യാണ് നമ്മുടെ പോപ്പുലേഷനെ ലാർജർ ഗ്രൂപ്പ്സ് ആയി ലാർജർ യൂണിറ്റ്സ് ആയി എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ക്ലസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. Clusters are selected for sampling and all or some elements from selected clusters comprise the sampling. നമ്മുടെ എൻറ്റയർ പോപ്പുലേഷനെ നമ്മൾ നേരത്തെ സ്ട്രാറ്റാസ് ആക്കി ഫോം ചെയ്ത പോലെ തന്നെ ക്ലസ്റ്റേഴ്സ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഓരോ ഗ്രൂപ്പ് ഫോം ചെയ്യാണ്. മ്യൂച്വലി എക്സ്ക്ലൂസീവോ എക്സ്ഹോസ്റ്റീവോ ആയിട്ടുള്ള ഗ്രൂപ്പുകളാക്കിയിട്ട് എന്ത് ചെയ്യാണ്, ഫോം ചെയ്യാണ്. ആ ഓരോ ക്ലസ്റ്റേഴ്സും ആണ് പിന്നീട് നമ്മൾ എന്ത് ചെയ്യണത്, നമ്മുടെ സാമ്പിൾസ് സെലക്ട് ചെയ്യണത്. ദെൻ ഈ ക്ലസ്റ്റർ സാമ്പിളിങ്ങിന്റെ തന്നെ മറ്റൊരു സ്റ്റേജ് ആണ്, ഒരു ഒന്നുകൂടി അഡ്വാൻസ് ആയിട്ടുള്ള സ്റ്റേജ് ആണ് മൾട്ടി സ്റ്റേജ് ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി എ കോംപ്ലെക്സ് ഫോം ഓഫ് ക്ലസ്റ്റർ സാമ്പിളിംഗ് because it is a type of sampling which involves dividing the population into groups. അതായത് ക്ലസ്റ്റർ സാമ്പിളിങ്ങിന്റെ ഒന്നുകൂടി കോംപ്ലെക്സ് ആയിട്ടുള്ള ഒന്നുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫോമാണ് മൾട്ടി സ്റ്റേജ് ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ എൻറ്റയർ പോപ്പുലേഷനെ നമ്മൾ ആദ്യം എന്തായി തിരിക്കുന്നു, ക്ലസ്റ്റേഴ്സ് ആയി തിരിക്കുന്നു. ദെൻ one or more clusters are chosen at random and everyone within the chosen clusters is sampled. ദെൻ പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഒന്നോ അല്ലെങ്കിൽ അതിലധികമോ ക്ലസ്റ്റേഴ്സിനെ എടുക്കുന്നു. ദെൻ അതിൽ നിന്ന് റാൻഡംലി സാമ്പിൾസ് സെലക്ട് ചെയ്യുന്നു. അതിലെ എല്ലാ ഐറ്റംസും ഓരോ ക്ലസ്റ്റേഴ്സിലും ഐറ്റംസും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ മുഴുവനായിട്ടും സ്റ്റഡി ചെയ്യുന്നുണ്ട്. ഇൻ ദ ഫസ്റ്റ് സ്റ്റേജ് ദ ഇനീഷ്യൽ ക്ലസ്റ്റേഴ്സ് ആർ റാൻഡംലി സെലക്റ്റഡ്. പോപ്പുലേഷനിൽ നമ്മൾ ഇനീഷ്യലി ക്ലസ്റ്റേഴ്സ് സെലക്ട് ചെയ്യണത് അത് റാൻഡംലി, നമ്മൾ അങ്ങനെ ഈക്വൽ ഓപ്പർച്യൂണിറ്റി ആണ് എല്ലാറ്റിനും, നമ്മൾ എന്തെങ്കിലും പർപ്പസ്ഫുള്ളി അല്ല റാൻഡംലി ആണ് സെലക്ട് ചെയ്യണത്. These initial clusters are called primary sampling unit. ഈ ഇനീഷ്യലി നമ്മൾ പഠിക്കാൻ വേണ്ടി നമ്മുടെ റിസർച്ചിന് വേണ്ടി സ്റ്റഡി പർപ്പസസിന് വേണ്ടി ചൂസ് ചെയ്യുന്ന ക്ലസ്റ്റേഴ്സിനെയാണ് നമ്മൾ പ്രൈമറി സാമ്പിളിംഗ് യൂണിറ്റ് PSU എന്ന് പറയുന്നത്. Then second in the second stage a random sample is set up in that selected PSU. നമ്മൾ ആദ്യം എൻറ്റയർ പോപ്പുലേഷൻ അല്ലെങ്കിൽ എൻറ്റയർ യൂണിവേഴ്സിനെ ക്ലസ്റ്റേഴ്സ് ആയിട്ട് ഫോം ചെയ്യുന്നു. ദെൻ അതിൽ ഒന്ന് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതലോ ക്ലസ്റ്റർ നമ്മൾ സ്റ്റഡി ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്, ചൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ആ ഒരു ചൂസ് ചെയ്യുന്ന ഇനീഷ്യലി നമ്മൾ ചൂസ് ചെയ്യുന്ന ക്ലസ്റ്ററെയാണ് നമ്മൾ പ്രൈമറി സാമ്പിളിംഗ് യൂണിറ്റ് അല്ലെങ്കിൽ PSU എന്ന് പറയുന്നത്. ദെൻ പിന്നീട് രണ്ടാമത്തെ സ്റ്റേജിൽ നമ്മൾ എന്താ ചെയ്യണത്, ആ PSU അല്ലെങ്കിൽ നമ്മുടെ പ്രൈമറി സാമ്പിളിംഗ് യൂണിറ്റിൽ തന്നെയാണ് പിന്നീട് സ്റ്റഡി ചെയ്യണത് സെക്കൻഡ് സ്റ്റേജിൽ. That's why it is called അല്ലെങ്കിൽ that's why it is known as multi-stage cluster sampling. Then multi-stage cluster sampling-ന്റെ മെറിറ്റ്സ് എന്താ, ഡിമെറിറ്റ്സ് എന്താ നോക്കാം. മെറിറ്റ്സിൽ ഫസ്റ്റ് വൺ, ഇറ്റ് ഇൻട്രൊഡ്യൂസ് ഫ്ലെക്സിബിലിറ്റി. നമ്മൾ ആദ്യം പോപ്പുലേഷനെ ക്ലസ്റ്റേഴ്സ് ആക്കുന്നു, ദെൻ ആ ക്ലസ്റ്റേഴ്സിന് ചൂസ് ചെയ്യുന്നു, ദെൻ ആ ക്ലസ്റ്റേഴ്സിന്റെ ഉള്ളിൽ സ്റ്റഡി ചെയ്യുന്നു. അങ്ങനെ ഡിഫറെൻറ്റ് സ്റ്റേജ് ആയിട്ട് മൾട്ടി സ്റ്റേജ് ആയിട്ടാണ് നമ്മുടെ ഒരു റിസർച്ച് ക്യാരി ഔട്ട് ചെയ്യണത്. സാമ്പിൾസ് സെലക്ട് ചെയ്ത് അതിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യണത്. സോ അതുകൊണ്ട് തന്നെ ഇതിലൊരു ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്ന ഒരു എലമെന്റ് ഉണ്ട്. ആൻഡ് ഇറ്റ് ഈസ് വാല്യുബിൾ വേർ
ലിസ്റ്റ് ഈസ് നോട്ട് അവൈലബിൾ, സോഴ്സ് ലിസ്റ്റ് ഇല്ല അല്ലെങ്കിൽ കംപ്ലീറ്റ് സാമ്പിളിംഗ് ഫ്രെയിം ഇല്ലാത്ത കേസുകളിൽ ഇത്തരത്തിലുള്ള മൾട്ടി സ്റ്റേജ് ക്ലസ്റ്റർ സാമ്പിളിംഗ് യൂസ്ഫുൾ ആണ്. ആൻഡ് കോസ്റ്റ് അല്ലെങ്കിൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് റിലേറ്റീവ്ലി ലെസ് ആണ്. ദെൻ ഇറ്റ് ഡസ് നോട്ട് റിക്വയർ മച്ച് ടൈം, കൂടുതൽ സമയത്തിൻ്റെ ആവശ്യമില്ല. കമ്പാരിറ്റീവ്ലി ഒരു ഈസിയർ മെത്തേഡാണ്. അതുപോലെ തന്നെ ഫീൽഡ് വർക്കിന് കൺവിൻസിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫീൽഡ് വർക്കിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ് മൾട്ടി സ്റ്റേജ് ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ദെൻ ഇതിൻ്റെ ഡിമെറിറ്റ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അക്യുറസി എന്ന് പറയുന്നത് റിലേറ്റീവ്ലി ലെസ് ആണ്. മറ്റു മെത്തേഡുകളെ കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്. സാമ്പിളിംഗ് ഇറേഴ്സിനുള്ള സാധ്യതകൾ കൂടുതലാണ്. ദെൻ സ്റ്റാറ്റിക്കലി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എഫിഷ്യൻസിയും കുറവാണ്. Then the fourth method ആണ് systematic sampling or quasi-random sampling. Yes, systematic sampling എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു statistical method ആണ് that researchers use to zero down on the desired population they want to research. Researchers calculate the sampling interval by dividing the entire population size by the desired sample size. അതായത് നമ്മുടെ പോപ്പുലേഷൻ അല്ലെങ്കിൽ യൂണിവേഴ്സിനെ അതിനെ സീറോ ഡൗൺ ചെയ്യാനുള്ള റിസർച്ചേഴ്സിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ അപ്രോച്ചാണ് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഇവിടെ റിസർച്ചർ സാമ്പിളിംഗ് ഇൻ്റർവൽസ് കമ്പ്യൂട്ട് ചെയ്യണത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻറ്റയർ പോപ്പുലേഷൻ സൈസിനെ അവർക്ക് ആവശ്യമായിട്ടുള്ള സാമ്പിൾ സൈസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അതായത് പോപ്പുലേഷൻ 100 ആണ്, അവർക്ക് ആവശ്യമായിട്ടുള്ള സാമ്പിൾ സൈസ് 10 ആണെന്നുണ്ടെങ്കിൽ സാമ്പിളിംഗ് ഇൻ്റർവൽ എത്രയായിരിക്കും? 100 divided by 10 is equal to 10. സാമ്പിളിംഗ് ഇൻ്റർവൽ എന്ന് പറയുന്നത് 10 ആയിരിക്കും. Then systematic sampling is an extended implementation of probability sampling in which each member of the group is selected at regular periods to form a sample. അതായത് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗിൽ പ്രോബബിലിറ്റി സാമ്പിളിങ്ങിൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് അല്ലെങ്കിൽ ഒരു അഡ്വാൻസ്ഡ് ഇംപ്ലിമെൻറ്റേഷൻ ആണ് നടക്കുന്നത്. കാരണം ഒരു പോപ്പുലേഷനിൽ ഈച്ച് ആൻഡ് എവറി മെമ്പർ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു റെഗുലർ പീരീഡിൽ സെലക്ട് ചെയ്ത് ഓരോ മെമ്പേഴ്സിനും റെഗുലർ ഇൻ്റർവെൽസിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സെലക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഇൻവോൾവ്സ് ഓർഡറിംഗ് ഓഫ് ദ യൂണിവേഴ്സ്. The ordering may be in alphabetical, numerical, geographical or any other basis. നമ്മുടെ യൂണിവേഴ്സിനെ, നമ്മുടെ എൻറ്റയർ പോപ്പുലേഷനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഓർഡർ ചെയ്യുന്നുണ്ട്. ആൽഫബറ്റിക്കൽ ഓർഡർ ആവാം, അല്ലെങ്കിൽ ന്യൂമറിക്കൽ ഓർഡർ ആവാം, ജോഗ്രഫിക്കൽ ഓർഡർ ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ബേസിസിൽ ഏതെങ്കിലും ഒരു ആട്രിബ്യൂട്ടിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ബേസിസിൽ യൂണിവേഴ്സിനെ ഓർഡർ ചെയ്യുന്നുണ്ട്. സോ ക്വാസി റാൻഡം സാമ്പിളിംഗ് അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ അപ്രോച്ചാണ്. റിസർച്ചർ ഒരു പോപ്പുലേഷൻ്റെ ഒരു സൈസിനെ അതിനെ സീറോ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇവിടെ സാമ്പിളിംഗ് ഇൻ്റർവൽ ഏതൊക്കെ സമയങ്ങളിലാണ് സാമ്പിൾസ് സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് എങ്ങനെയാണ് തീരുമാനിക്കപ്പെടുന്നത്? എൻറ്റയർ പോപ്പുലേഷൻ സൈസിനെ ഡെസൈഡ് സാമ്പിൾ സൈസ് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടാണ്. നമ്മുടെ സാമ്പിൾ സൈസ് എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമായിട്ടുള്ള സാമ്പിൾ 10 ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ പോപ്പുലേഷൻ സൈസ് 100 ആണെന്നുണ്ടെങ്കിൽ ആ 100നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് അങ്ങനെയാണ് സാമ്പിളിംഗ് ഇൻ്റർവെൽസ് കണ്ടുപിടിക്കുന്നത്. ദെൻ ഇത് പ്രോബബിലിറ്റി സാമ്പിളിങ്ങിൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് ഇംപ്ലിമെൻറ്റേഷൻ അല്ലെങ്കിൽ ഒരു അഡ്വാൻസ്ഡ് വേർഷൻ ആണ്. റെഗുലർ ഇൻ്റർവെൽസിൽ റെഗുലർ പീരീഡ്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ ഗ്രൂപ്പിൽ നിന്നും മെമ്പേഴ്സിനെ റാൻഡംലി ചൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ഇവിടെ യൂണിവേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ പോപ്പുലേഷനെ നമ്മൾ എന്ത് ചെയ്യാണ്? ആദ്യം തന്നെ ഓർഡർ ചെയ്യുന്നുണ്ട്. ആൽഫബറ്റിക്കൽ ഓർഡർ ആവാം, ന്യൂമറിക്കൽ ഓർഡർ ആവാം, ജോഗ്രഫിക്കൽ ഓർഡർ ആവാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ആട്രിബ്യൂട്ടിൻ്റെ ബേസിസിലാവാം. ദെൻ ദ ഫിഫ്ത്ത് വൺ, നമ്മുടെ 5ാമത്തെ മെത്തേഡാണ് റാൻഡം റൂട്ട് സാമ്പിളിംഗ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ മാർക്കറ്റ് റിസർച്ച് സർവീസ്. റാൻഡം റൂട്ട് സാമ്പിളിംഗ് എന്ന് പറയുന്നത് മാർക്കറ്റ് റിസർച്ച് സർവീസിലാണ് മെയിൻലി യൂസ് ചെയ്യണത്. അതായത് ഇപ്പോൾ ഹൗസ് ഹോൾഡ്സിനെ സാമ്പിൾ ചെയ്യാൻ അല്ലെങ്കിൽ ഷോപ്സിനെ, ഗാർഗേജസിനെയൊക്കെ സാമ്പിളിങ്ങിന് വേണ്ടിയിട്ടാണ് പൊതുവെ നമ്മൾ ഇത്തരത്തിൽ റാൻഡം റൂട്ട് സാമ്പിളിംഗ് യൂസ് ചെയ്യണത്. ഇവിടെ ഇപ്പോൾ നമ്മൾ ഒരു സാമ്പിൾ സെലക്ട് ചെയ്യണത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അഡ്രസ്സ് സെലക്ട് ചെയ്യണം. ഇപ്പോൾ ഒരു ഷോപ്പിൽ നിന്നാണെങ്കിൽ അവിടുത്തെ കസ്റ്റമേഴ്സിൻ്റെ അഡ്രസ്സസ് സെലക്ട് ചെയ്യുന്നു, ദെൻ അവരിൽ ത്രൂ വേറൊരാളെ സെലക്ട് ചെയ്യുന്നു. അങ്ങനെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നമ്മൾ റാൻഡംലി ഒരു അഡ്രസ്സ് ചൂസ് ചെയ്യാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് റാൻഡം റൂട്ട്. അതായത് നമ്മൾ റാൻഡംലി
ഇപ്പോൾ ഒരു അഡ്രസ്സ് ചൂസ് ചെയ്യുന്നു, അതിനെ നമ്മൾ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയി ഒരു ഇനീഷ്യൽ സ്റ്റേജ് ആയി കൺസിഡർ ചെയ്യുന്നു. ദെൻ ആളുടെ അടുത്ത് നിന്ന് ഫർദർ അഡ്രസ്സസ് ചൂസ് ചെയ്ത് അങ്ങനെ പോകുന്നു. ദെൻ ഇതിന്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും പറയുകയാണെങ്കിൽ, മെറിറ്റ് എന്ന് പറയുന്നത് ടൈം സേവിങ് ആണ്, ദെൻ ബയസസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ ഡിമെറിറ്റ്സ് ആണെങ്കിൽ സാമ്പിൾസ് മേ നോട്ട് ബി റെപ്രസെൻറ്റേറ്റീവ്, മേ ബി നമ്മുടെ പോപ്പുലേഷൻ അല്ലെങ്കിൽ യൂണിവേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നതാവണം എന്നില്ല സാമ്പിൾസ്. ആൻഡ് ഡിഫിക്കൽട്ടി ടു ചെക്ക് ദ എഫക്റ്റീവ്നെസ് ഓഫ് ഇന്റർവ്യൂ. നമ്മുടെ റിസർച്ചർ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇന്റർവ്യൂവർ എന്തൊക്കെയാണ് ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂവിന്റെ ഇൻസ്ട്രക്ഷൻസ് എല്ലാം പാലിക്കപ്പെടുന്നുണ്ടോ, അത് ചെക്ക് ചെയ്യാൻ നമുക്ക് ഡിഫിക്കൽട്ടാണ്. ദെൻ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി ലൈവ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതായിരുന്നു. നോൺ പ്രോബബിലിറ്റി സാമ്പിളിങ്ങും അതിൻ്റെ ഡിഫറെൻറ്റ് ഫർദർ മെത്തേഡ്സുകളൊക്കെ. ദെൻ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുകയാണ്. ഒരു റിസർച്ചർ റാൻഡം സെലക്ഷൻ എന്നുള്ള ഇതിലുപരി സബ്ജക്റ്റീവ് ജഡ്ജ്മെന്റ് ത്രൂ സാമ്പിൾസ് സെലക്ട് ചെയ്യുമ്പോഴാണ് അതൊരു നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് അല്ലെങ്കിൽ നോൺ റാൻഡം സാമ്പിളിംഗ് ആണത്. അവിടെ പോപ്പുലേഷൻ അല്ലെങ്കിൽ യൂണിവേഴ്സിലെ എല്ലാ ഐറ്റംസിനും ഈക്വൽ ചാൻസസ് ഇല്ല സെലക്ട് ചെയ്യപ്പെടാൻ, സാമ്പിളായി സെലക്ട് ചെയ്യപ്പെടാനുള്ള ഈക്വൽ ചാൻസസ്, തുല്യമായിട്ടുള്ള സാധ്യതകളില്ല. അവിടെ റിസർച്ചർ ആളുടെ സബ്ജക്റ്റീവ് ജഡ്ജ്മെന്റിലൂടെയാണ് സാമ്പിൾസിനെ സെലക്ട് ചെയ്യുന്നത്. ദെൻ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് യൂസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഒരു പോപ്പുലേഷൻ അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിന് ഒരു പർട്ടിക്കുലർ ട്രൈറ്റ് അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് ഒരു ഹോമോജിനിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് പ്രിഫർ ചെയ്യാം. അതുപോലെ തന്നെ ക്വാളിറ്റേറ്റീവ് റിസർച്ച് കണ്ടക്ട് ചെയ്യണം, പൈലറ്റ് സ്റ്റഡീസ് നടത്തണം, എക്സ്പ്ലോറേറ്ററി റിസർച്ചിനാണ് നമ്മുടെ റിസർച്ചർ പോണത് എന്നുണ്ടെങ്കിൽ അത്തരം സിറ്റുവേഷൻസിൽ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ് യൂസ് ചെയ്യാം. ദെൻ അതുപോലെ തന്നെ നമുക്ക് ബഡ്ജറ്റ് കൺസ്ട്രൈൻസ് ഉണ്ട്, ലിമിറ്റഡ് ടൈമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ റിസർച്ചർക്ക് ഏത് ചൂസ് ചെയ്യാം, നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിൽ നമുക്കൊരു ഇൻ ഡെപ്ത് അനാലിസിസ് കണ്ടക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ബെറ്റർ ടു ചൂസ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ്. ദെൻ അതുപോലെ തന്നെ നമ്മളൊരു പർട്ടിക്കുലർ റിസർച്ചിൽ നിന്ന് നമ്മൾ കണ്ടെത്തുന്ന അല്ലെങ്കിൽ നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന റിസൾട്ട് അതിനെ എൻറ്റയർ പോപ്പുലേഷനുമായിട്ട് ജനറലൈസ് ചെയ്യേണ്ട, ഇൻഡക്ഷൻ തിയറി അത് യൂസ് ചെയ്യേണ്ട, ജനറലൈസ് ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ അത്തരം സിറ്റുവേഷൻസിലും നമുക്ക് പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ്. ദെൻ ദ നെക്സ്റ്റ് വൺ, ഡിഫറൻസ് ബിറ്റ്വീൻ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആൻഡ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ്. നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗും പ്രോബബിലിറ്റി സാമ്പിളിംഗും തമ്മിലുള്ള ഡിഫറൻസസ് ആണ് പറയുന്നത്. നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗിൽ നമ്മളെപ്പോഴും സാമ്പിൾസ് സെലക്ട് ചെയ്യണത് സബ്ജക്റ്റീവ് ആയിട്ടാണ്, പ്രോബബിലിറ്റി സാമ്പിളിംഗിൽ റാൻഡംലി ആണ്. ദെൻ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗിൽ നോട്ട് എവറി വൺ ഹാസ് എൻ ഈക്വൽ ചാൻസ് ടു പാർട്ടിസിപ്പേറ്റ്, എല്ലാ ഐറ്റംസിനും ഈക്വൽ ചാൻസ് ഇല്ല. പ്രോബബിലിറ്റി സാമ്പിളിംഗിൽ ഈക്വൽ ചാൻസസ് എല്ലാ ഐറ്റംസിനും, ഈച്ച് ആൻഡ് എവറി members of the population have equal chances. Then the researcher does not consider sampling bias. Non-probability sampling il researcher ku sampling biases illa. Probability sampling il biases has to be reduced. Biases reduce cheyapedunnundu. Then non-probability sampling il useful when the population has similar traits. സിമിലർ ട്രേഡ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത്തരം സിറ്റുവേഷൻസിൽ ഇത് യൂസ്ഫുൾ ആണ്. ദെൻ പ്രോബബിലിറ്റി സാമ്പിളിംഗിലാണെങ്കിൽ യൂസ്ഫുൾ വെൻ ദ പോപ്പുലേഷൻ ഈസ് ഡൈവേഴ്സ്. പ്രോബബിലിറ്റി സാമ്പിളിംഗ് യൂസ്ഫുൾ ആയിട്ടുള്ളത് പോപ്പുലേഷൻസിൽ ഡിഫറൻസസ് ഉണ്ട്, ഹെട്രോജീനിയസ് ആണ് എന്നുണ്ടെങ്കിലാണ്. ദെൻ നോൺ പ്രോബബിലിറ്റി സാമ്പിളിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിൽ റെസ്പോണ്ടൻസിൻ്റെ ഫൈൻഡിങ്സ് എന്ന് പറയുന്നത് വളരെ ഈസി ആയിരിക്കും. പ്രോബബിലിറ്റി സാമ്പിളിങ്ങിൽ റെസ്പോണ്ടൻസ് റൈറ്റ് ആയിട്ട് കൃത്യമായിട്ട് അവർ റെസ്പോണ്ട് ചെയ്യുക അല്ലെങ്കിൽ അത് ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളത് വളരെ ഡിഫിക്കൾട്ടാണ്. ദെൻ നോൺ പ്രോബബിലിറ്റി സാമ്പിളിങ്ങിൽ ദ സാമ്പിൾ ഡസ് നോട്ട് അക്യുറേറ്റ്ലി റെപ്രസെൻറ്റ്സ് ദ പോപ്പുലേഷൻ. അക്യുറേറ്റ് ആയിട്ട് പോപ്പുലേഷനെ റെപ്രസെൻറ്റ് ചെയ്യണം സാമ്പിൾസ് എന്നില്ല. ദെൻ പ്രോബബിലിറ്റി സാമ്പിളിങ്ങിൽ അക്യുറേറ്റ് ആയിരിക്കും, കൂടുതലും കൃത്യമായിട്ടുള്ള റിസൾട്ട്സ് നമുക്ക് കിട്ടും. അപ്പോൾ പ്രോബബിലിറ്റി സാമ്പിളിങ്ങും നോൺ പ്രോബബിലിറ്റി സാമ്പിളിങ്ങും എന്താന്ന് പറഞ്ഞു. രണ്ട് മെത്തേഡിലെയും നോൺ പ്രോബബിലിറ്റി സാമ്പിളിങ്ങിലെയും പ്രോബബിലിറ്റി സാമ്പിളിങ്ങിലെയും
ഫർദർ മെത്തേഡ്സ് അല്ലെങ്കിൽ ഫർദർ ടെക്നിക്സ് എന്താന്ന് പറഞ്ഞു, ഓരോന്നിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും പറഞ്ഞു. ഓക്കെ, താങ്ക് യു.